السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ ജീവിതം പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഫത്ഹ് മക്കയെക്കുറിച്ചും അനുബന്ധമായി നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പറയുകയുണ്ടായി. ഇസ്ലാമിൻ്റെ വിജയ പതാക മക്കയിൽ ഉയരുമ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരാകുന്ന സ്വഹാബത്തിനെ പരിസര പ്രദേശങ്ങളിലേക്ക് പറഞ്ഞയച്ച് അവിടെയുള്ള വിഗ്രഹങ്ങളെയും ബഹുദൈവ ആരാധനകളെയും നിരുത്സാഹപ്പെടുത്താനും ഏകദൈവവും യാഥാർത്ഥ്യ ദൈവവുമായ അല്ലാഹുവിലേക്ക് ആളുകളെ നന്മയുടെ ഭാഷയിൽ ക്ഷണിക്കാനും അവർ പോവുകയാണ്. ഏതായാലും വിശ്വാസത്തിലേക്ക് ആളുകൾ, വിശുദ്ധ ഇസ്ലാമിന്റെ വഴിയിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി വരികയും അത് കണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ സന്തോഷം ലഭിക്കുകയും ചെയ്യാണ്. അതിൽ പിന്നെ റമദാൻ കഴിഞ്ഞ് അടുത്ത മാസം ശവ്വാലിൽ തന്നെ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് ഹുനൈൻ യുദ്ധം എന്ന് പറയുന്നത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മക്ക വിജയിക്കുകയും ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുകയും ചെയ്ത സമയം ഖുറൈശികളാകുന്ന ആളുകൾ ഹബീബായ തങ്ങൾക്കും വിശ്വാസത്തിന്റെയും മുന്നിൽ മുട്ടുമടക്കിയപ്പോൾ അതിനെതിരെ ചില ആളുകളുടെ കുതന്ത്രങ്ങളുടെ ഫലമായി തുടങ്ങിയ യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഹുനൈൻ എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഹുനൈൻ യുദ്ധത്തെക്കുറിച്ചും തബൂക്ക് യുദ്ധത്തെക്കുറിച്ചും അനുബന്ധമായി പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. ഇന്ന് 25ാമത്തെ ക്ലാസ്സാണ്, 25th ക്ലാസ്സാണ് ഇന്ന്. അൽഹംദുലില്ലാഹ്, വലിയ തൗഫീഖാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം കൂടുതൽ സമയമെടുക്കാതെ തന്നെ കുറഞ്ഞ സമയങ്ങളിലൂടെ ഈ ഒരു മാസക്കാലം നിങ്ങൾക്ക് പറഞ്ഞു തരാനും നിങ്ങൾക്ക് കേൾക്കാനും സാധിച്ചത് അല്ലാഹു ഖബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില ഉപദേശങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശങ്ങൾ, ആ ഉപദേശങ്ങൾ എപ്പോഴും തന്റെ മുന്നിൽ വരുന്ന ആളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അയാളുടെ ആവശ്യം അറിഞ്ഞുകൊണ്ടായിരിക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുട്ട വന്ന് ഔസുനി യാ റസൂലല്ലാഹ്, ഓ നബിയെ എനിക്ക് തങ്ങൾ വസിയ്യത്ത് നൽകണം എന്ന് പറയുമ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മുട്ട വന്ന ആളുകൾക്ക് ഇതേ ഒരേ ചോദ്യം കൊണ്ടുവന്ന ആളുകളിൽ പലർക്കും പല ഉത്തരങ്ങളാണ് നൽകിയത്. പറഞ്ഞതെല്ലാം ഹബീബായ തങ്ങൾ പറഞ്ഞതെല്ലാം സദുപദേശങ്ങളാണ്, നല്ല കാര്യങ്ങളാണ്. പക്ഷേ ആളുകൾക്കനുസരിച്ച് അവസ്ഥയറിഞ്ഞ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെയാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാൾ വന്നുകൊണ്ട് ഔസുനി യാ റസൂലല്ലാഹ്,
തങ്ങളെ എനിക്ക് തങ്ങളൊന്ന് വസിയത്ത് ചെയ്താലും ഞാൻ എന്താക്കണമെന്നൊരു സതുപദേശം അവിടുത്തെ ഭാഗത്ത് നൽകിയാലും എന്ന് ചോദിച്ചപ്പോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളോട് പറഞ്ഞത്, ലാ തഗ്ളബ്, നീ ദേഷ്യം വെക്കരുത്, അരിശ വെക്കരുത്. അനാവശ്യമായിട്ടുള്ള ദേഷ്യം അത് ആപത്താണ് എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടാണ്. ആ രീതിയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഈ ലോകത്തിനു നൽകുന്ന ചില സതുപദേശങ്ങളുണ്ട്. എല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്, പഠിച്ചിരിക്കേണ്ടതാണ്, പൂർണ്ണമായും മുഅ്മിനീങ്ങൾ ഉൾക്കൊള്ളേണ്ട വിഷയമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇസ്ലാം എന്ന വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് അല്പം കോംപ്ലിക്കേഷൻ ഉള്ള കാര്യം തന്നെയാണ്. ചില യാഥാർത്ഥ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. ആക്സെപ്റ്റ് ദ റിയാലിറ്റി എന്നൊക്കെ പറയാറുണ്ടല്ലോ, അല്ലേ? നമ്മുടെ ചുറ്റുഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പുതിയ കാലത്തെ കലാലയങ്ങളാണെങ്കിലും കോളേജുകളാണെങ്കിലും ക്യാമ്പസുകളാണെങ്കിലും ഏതെല്ലാമോ ട്രെൻഡുകൾക്ക് പിറകെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങൾ വേണം, നല്ല മാറ്റങ്ങൾ വേണം. ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളണം. ആ ഉൾക്കൊള്ളലുകളാണ് നമ്മെ പുരോഗതിയിലേക്ക് നയിക്കുന്നത്, യാതൊരു സംശയവും ഇല്ല. ആ മാറ്റങ്ങളുടെ ഭാഗമായിട്ട് ലോകം ഇന്നൊരു സ്മാർട്ട് യുഗമായിട്ട് മാറിയിട്ടുണ്ട്. എല്ലായിടത്തും നോക്കിയാലും സ്മാർട്ട് ക്ലാസ്, അല്ലേ? എല്ലാ വിഷയവും അങ്ങനെ മാറിക്കഴിഞ്ഞു. ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് ക്ലാസ് റൂമുകളും ഓഫീസുകളും ഈവൻ വീടുകളടക്കം അലക്സയുടെയും മറ്റുമൊക്കെ ആക്സസ് കൊണ്ട് നമുക്കൊന്ന് പറഞ്ഞാൽ ഫാനിന്റെയും ലൈറ്റിന്റെയും സ്വിച്ച് ഓൺ ആവുകയാണ്. നമുക്ക് വേണ്ട വിഷയ അത് നമ്മൾ പറഞ്ഞാൽ മതി. വോയിസ് കമാൻഡിലൂടെ കാര്യങ്ങൾ നടക്കുന്ന കാലമാണ്. ഇനി അതും വേണ്ട, ഐജസ്റ്റേഴ്സ് വെച്ചുകൊണ്ട് നമുക്ക് കൺട്രോൾ ആക്കാൻ സാധിക്കും. ആ രീതിയിലേക്ക് നമ്മുടെ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വളർച്ചയെല്ലാം ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതത്തിന്റെയോ വാ പൊളിച്ചു നിൽക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം സംഭവിക്കും, മാറ്റങ്ങൾ വരും. പക്ഷേ മുഅ്മിനായ മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാനടക്കം നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടത്, മാറ്റങ്ങൾക്കൊപ്പം മാറേണ്ടതല്ല വിശ്വാസം എന്ന് പറയുന്നത്. അത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കൃത്യമായിട്ട് പഠിപ്പാട്ടിയിട്ടുണ്ട്. അൽ യൗമു അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ നാം പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. വിശ്വാസപരമായിട്ട് ഒരു മനുഷ്യൻ എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല, അതെല്ലാം കൃത്യമായി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അറഫ പ്രഭാഷണത്തിൽ ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് കൃത്യമായി സംസാരിക്കുന്നുണ്ട്. ആ സംസാരത്തെ കേട്ടുനിന്ന 10,000 വരുന്ന സ്വഹാബത്ത്, ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബത്ത് അത് മനസ്സിലാക്കുകയും മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുകയും ആ പറഞ്ഞു കൊടുത്തതിന്റെ ബാക്കിയാണ് ഇന്നുള്ള ഉലമാക്കൾ, ആലിമീങ്ങൾ എന്ന് പറയുന്നത്. ഹബീബായ തങ്ങൾ പഠിപ്പാട്ടിയതാണ് അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, ഉലമാക്കൾ അംബിയാക്കളുടെ ബാക്കിക്കാരാണ്. ചില ആൾമാരൊക്കെ പറയും പൗരോഹിത്യം അതല്ലെങ്കിൽ ഇങ്ങനെ മുണ്ടാസും കെട്ടി ആ ഒരു സിസ്റ്റം ഒന്നും ഇവിടെ വേണ്ട, അതിന്റെ ആവശ്യമില്ല എന്ന് പറയും. പക്ഷേ ഈ കെട്ടുന്ന മുണ്ടാസിനും ഈ ഉടുക്കുന്ന വസ്ത്രത്തിനും അതിന്റെ കൃത്യമായിരിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. അത് ആലിമീങ്ങളുടെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യം ആര് പഠിപ്പാട്ടിയതാണ്? മഹാന്മാരാകുന്ന സലഫ സ്വാലിഹീങ്ങൾ. അവർക്ക് എവിടുന്ന് കിട്ടിയതാണ്? താബിഉകളിലേക്ക് എത്തുന്ന പരമ്പരയാണ്. താബിഉകളോ സ്വഹാബത്തിനെ കണ്ടതാണ്. സ്വഹാബത്തോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് അവിടുന്ന് കേട്ട് നേരിട്ട് മനസ്സിലാക്കിയ ആളുകളാണ്. ആ രീതിയിൽ കൃത്യമായും വ്യക്തമായും
വിശ്വാസത്തിന്റെ സകല വിഷയങ്ങളെയും ഒരു മുഅ്മിനായ മനുഷ്യൻ ഏതു രീതിയിൽ അവന്റെ ജീവിതം കൊണ്ടുപോകണം എന്നുള്ളതിനെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠങ്ങളാകുന്ന ഹദീസുകളിൽ നിന്നും വിശുദ്ധ ഖുർആനിൽ നിന്നും മനസ്സിലാക്കിയെടുത്ത മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ കൃത്യമായി രേഖപ്പെടുത്തി. അവർ കൃത്യമായി നമുക്ക് കാണിച്ചു തന്നു ഏത് രീതിയിലാണ് വിശ്വാസത്തിന്റെ വിഷയങ്ങളെ നാം പരിഗണിക്കേണ്ടത്. ഏതൊരു കാര്യവും ഏതൊരു വിഷയവും നാം പരിഗണിക്കേണ്ടത് അള്ളാഹുവിനെയും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മുൻനിർത്തിയാണ്. ഏറ്റവും പരമപ്രധാനമായി ഹബീബായ തങ്ങൾ പഠിപ്പാട്ടിയതും അത് തന്നെയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, 2 ഗ്ലാസ് തണ്ണി ഇവിടെയുണ്ട്. ഒരു ഗ്ലാസ്സിലെ തണ്ണി വേറെ ആള് കൊമ്പെന്ന് വെച്ചതാണ്. അയാൾക്ക് വേണ്ടിയിട്ട് അയാളുടെ തണ്ണിയാണ്. ആ തണ്ണി അതിന്റെ നേരെ അപ്പുറത്ത് വേറൊരു ഗ്ലാസ് തണ്ണിയുണ്ട്. ആ തണ്ണി നമുക്ക് വേണമെങ്കിൽ കുടിക്കാം എന്ന രീതിയിൽ കൊമ്പെന്ന് വെച്ചതാണ്. എന്നാൽ അതിൽ നമുക്ക് വേണ്ടി കൊമ്പെന്ന് വെച്ച തണ്ണി നമുക്ക് ഹലാലും മറ്റത് കുടിക്കൽ ഹറാമുമായിട്ട് മാറുന്നുണ്ട്. അവിടെ അയാളുടെ സമ്മതം വേണം. സമ്മതം കേട്ട് ഓക്കെ ആണെങ്കിൽ കുടിക്കാം, ഇല്ലെങ്കിൽ പാടില്ല. നോക്കൂ, നിങ്ങൾ കാണുമ്പോൾ രണ്ടും ഒന്നാണ്, പക്ഷേ അതിന്റെ വസ്തുതയിലേക്ക് വരുമ്പോൾ മാറ്റം വരുന്നുണ്ട്. ചെറിയ ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. ഈ രീതിയിൽ ഏത് വിഷയങ്ങളെയും പരിഗണിക്കുമ്പോൾ ചിന്തകളെപ്പോലും നന്നാക്കുമ്പോഴാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയ പാഠങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് നമുക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു ഖബൂലാകട്ടെ. അതുപോലെ തന്നെ മറ്റൊരു വിഷയം, ഫർളുകളുടെ വിഷയത്തിൽ യാതൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ലാണ്ടിരിക്കണം. ഫർളായ 5 വഖ്ത് നിസ്കാരത്തിന്റെ കാര്യം ഒരു നിലക്കും അതിലൊരു എക്സ്ക്യൂസും പാടില്ല. സുബ്ഹ് നിസ്കാരം, ളുഹർ നിസ്കാരം, അസ്ർ, മഗ്രിബ്, ഇശ 5 വഖ്തും കൃത്യമായിരിക്കണം. ഖളാ ആകാണ്ട്, സമയത്തിൽ നിന്ന് അപ്പുറയിപ്പുറാകാണ്ട്, അശ്രദ്ധ വരാണ്ട് കൃത്യമായും സൂക്ഷിക്കേണ്ട കാര്യം നിസ്കാരമാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു തആല ഗിഫ്റ്റായി കൊടുത്തതാണ്. അത് ഉമ്മത്തിനെ ഏൽപ്പിക്കുകയാണ്. ആ ഉമ്മത്ത് ഹബീബായ മുത്തുനബിയോടുള്ള മഹബത്തിന്റെ ഭാഗമാണ്. അവിടുന്ന് നമുക്ക് നൽകിയ ആ ഗിഫ്റ്റിനെ ജീവിതത്തിൽ എത്ര ആണ്ടുത്തോളം ബുദ്ധിയോടെ കൃത്യമായി നമുക്ക് ഇക്കാൻ സാധിക്കുന്നുണ്ടോ ആ കാലമത്രയും നിസ്കാരം ഒഴിവാക്കാണ്ട് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, ഹബീബായ തങ്ങൾ മൗത്തടുത്ത സമയം അവിടുന്ന് ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് ഹബീബായ തങ്ങൾ എന്തോ ബായി കൊണ്ട് പറയുന്നുണ്ട്. എന്താ പറയുന്നതെന്ന് വ്യക്തമാകുന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങളുടെ മുട്ട പോയിട്ട് ചെവി ഇങ്ങനെ വെച്ചു നോക്കുമ്പോ ഹബീബായ തങ്ങൾ പറയുന്നത് കേൾക്കുകയാണ്. എന്താ പറയുന്നത്? ഉമ്മത്തി അസ്വലാ, ഉമ്മത്തെ നിസ്കാരം, ആ നിസ്കാരത്തിന്റെ വിഷയം മറക്കല്ല എന്നവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാ. ആ രീതിയിൽ പ്രധാനപ്പെട്ട 5 വഖ്ത് നിസ്കാരങ്ങൾ, ആ നിസ്കാരങ്ങൾ ഫർളാണ്. യാതൊരു എക്സ്ക്യൂസുമില്ല. അവിടെ നിൽക്കാൻ കഴിയാത്തവർക്ക് അതിനനുസരിച്ചുള്ള ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഫാത്തിഹ ഓതാൻ വരാത്ത ആൾമാർക്ക് അയാളുടെ അവസ്ഥയനുസരിച്ചുള്ള ചെറിയ ചെറിയ റുഖ്സകൾ കാണാം. എന്നല്ലാണ്ട് ബുദ്ധി നിൽക്കുന്ന കാലമത്രയും നിസ്കാരം ഒഴിവാക്കാൻ യാതൊരു നിലക്കും വിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് ഹബീബായ മുത്തുനബി പഠിപ്പാട്ടിയ കാര്യമാണ്. മറ്റൊരു വിഷയം, നിസ്കാരത്തോടൊപ്പം ഇസ്ലാം കാര്യം 5 അവകൾ അറിയൽ ഫർളാണ് എന്നെല്ലാം നമ്മൾ ചെറുതിലെ പാടി പഠിച്ചതിൽ കൃത്യമായി പറഞ്ഞതല്ലേ. നിസ്കാരം കഴിഞ്ഞാൽ വിശുദ്ധ റമളാനിലെ നോമ്പാ. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാ, നമ്മളെല്ലാം പരിഗണിക്കുന്ന വിഷയവുമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ
ഒരു തുള്ളി തണ്ണി കുടിക്കാണ്ട് അള്ളാഹുവിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ച് നോമ്പെടുക്കുന്നവരാ. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗത്തിലേക്ക് റയ്യാൻ എന്ന് പറയുന്ന ബാബ്, ആ വാതിലൂടെ ഒഴുകപ്പോകാൻ അള്ളാഹു സമ്മതം നൽകുന്നതാ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആ ബാബിലൂടെ ഒഴുകപ്പോകാനുള്ള ഭാഗ്യം നൽകട്ടെ. ഏതായാലും പറഞ്ഞു വരുന്ന വിഷയം, പിന്നെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, സകാത്ത് കൊടുക്കുക. സകാത്ത് കൊടുക്കുക, സകാത്തിനെ കുറിച്ച് നല്ലോണം പഠിക്കേണ്ട കാര്യമാണ്. മാലിൽ എങ്ങനെയാണ് സകാത്ത്? ബംഗാര അത് ആഭരണമായിട്ടല്ലാണ്ട് ഔത്തിൽ വെച്ചിട്ടുണ്ട്, വല്ല ബിസ്ക്കറ്റ് ആയിട്ടോ കോയിനായിട്ടൊക്കെ. എങ്കിൽ അതിലെങ്ങനെ? അത് ലോക്കറിലാവട്ടെ, ഔത്തിലാവട്ടെ, എവിടെയാവട്ടെ, അവനവന്റെ മിൽക്ക്, അവനവന്റെ ഉടമസ്ഥാവകാശത്തിലുണ്ടോ സക്കാത്ത് വരുന്നുണ്ട്. കൊല്ലം പൂർത്തിയാകുമ്പോൾ കറൻസിയിൽ സക്കാത്ത് വരുന്നുണ്ട്. അതെങ്ങനെയാണ്? അതിന്റെ കണക്ക് ശരിക്കു പഠിക്കണം, മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിൽ അത് ചേറായിട്ട് അവിടെ കിടക്കുകയാണ്. കൃത്യമായിട്ട് ചെയ്യേണ്ട വിസയാണ്. അതിന് സംഘടിത സക്കാത്ത് എന്ന് പറഞ്ഞ ടീം വരും. അതൊന്നുമല്ല, നമ്മൾ ആളുകളെ തേടിപ്പിടിച്ച് അവരിലേക്ക് എത്തിക്കണം. ഒരു പൈസ ഉള്ള ഒരാൾ, രാജ്യത്ത് നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ, അയാൾക്ക് ആ പൈസ കൊടുത്തതും അയാൾക്ക് ആ ബിസിനസ്സിൽ ലാഭം കൊടുത്തതും എല്ലാം അല്ലാഹുവാണ്. അയാൾ എത്ര മേനത്താക്കിയാലും അയാളെ പോലെ മേനത്താക്കുന്ന ആൾമാർ എത്രയുണ്ട് രാജ്യത്ത്? ആ നാട്ടിൽ അയാളേക്കാൾ ജോലിയെടുക്കുന്ന ആൾമാരില്ലേ? അയാളേക്കാൾ ബുദ്ധിയും അയാളേക്കാൾ എല്ലാ വിഷയത്തിൽ അറിവുള്ള ആൾമാരില്ലേ? പിന്നെയോ ഇയാൾക്ക് മാത്രം കച്ചവടത്തിൽ ലാഭം എന്ന് പറയുമ്പോൾ അത് അയാളുടെ ലക്കിബാവ അല്ലെങ്കിൽ അയാളുടെ നസീബാവ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി വിടാനുള്ള കാര്യമല്ല. മറിച്ച് അള്ളാഹു അതിനിക്ക് അയാൾക്ക് എല്ലാവിധ ഭാഗ്യവും കൊടുത്തു. ഇനിയോ അയാൾക്ക് കിട്ടിയ സമ്പത്ത്, ആ സമ്പത്തിനെ വിനിയോഗിക്കേണ്ടതിൽ അയാൾ നല്ലോണം സൂക്ഷിക്കണം. എന്റെ ശബ്ദം കേൾക്കുന്നതിൽ പ്രിയപ്പെട്ട ഉമ്മമാരോട്, പ്രിയപ്പെട്ട സഹോദരന്മാരോട്, സഹോദരിമാരോട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പറയാണ്. സമ്പത്തിന്റെ കാര്യം നാളെ ആഖിറത്തിലെത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആദ്യം കേൾക്കുന്ന ചോദ്യത്തിൽ പ്രധാനപ്പെട്ട ചോദ്യം, സമ്പത്ത് എവിടെ നിന്നുണ്ടാക്കി, എവിടെ ചിലവഴിച്ചു? രണ്ട് കാര്യ കേൾക്കുന്നത്. ഓണെന്ന് നീ ഉണ്ടാക്കി, നല്ലോണം ശ്രദ്ധിക്കണം. പൈസ എങ്ങനെങ്കിലൊക്കെ ഉണ്ടാക്കിയാൽ പോരെ, അത് ചെലവാക്കുമ്പോൾ അത് പള്ളിക്ക് കൊടുക്കുക, സ്ഥാപനത്തിന് കൊടുക്കുക, നല്ല കാര്യങ്ങളാക്കിയ അത് മയ്യാവും എന്ന് വിചാരിക്കണ്ട. ഉണ്ടാക്കുന്നതും നമ്മളാക്കുന്നതും നന്മയായിരിക്കണം, നല്ല റൂട്ടായിരിക്കണം. നല്ല ജോലിക്ക് പോവാം, ഇല്ലെങ്കിലോ നല്ല പഠിച്ചു ഉഷാറായിട്ട് അതിനനുസരിച്ചുള്ള ജോബ്. അതല്ലെങ്കിൽ തടി അനങ്ങിയിട്ട് ഔത്തിൽ അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ള സ്ഥലമുണ്ട്, അവിടെ നല്ല കൃഷിയാക്കാം. അതല്ലെങ്കിൽ വേറെ എന്തെല്ലാം പണികളുണ്ട്, കാരാക്കുന്ന സൊറയുണ്ട്, പെയിന്റിങ്ങിന്റെ സൊറയുണ്ട്, ഒരുപാട് പണികളുണ്ട്. എല്ലാം നീയത്ത് നന്നായാൽ അത് കൂലിയാണ്. ഞാൻ കാരാക്കുന്ന സ്ഥലത്തൊക്കെ പോകുന്ന എൻ്റെ ഔത്തിൽ എൻ്റെ മക്കൾ പെഞ്ഞ എല്ലാവർക്കും അവർക്ക് എന്ത് ചെയ്യണം, വേണ്ട ഫുഡ് കാര്യങ്ങൾ ఖర్చుക്ക് വേണ്ട വ്യവസ്ഥയായി കിട്ടണം. ഇൻഷാ അല്ലാഹ് അതിന് വേണ്ടിയിട്ട് ഞാൻ പോകുന്ന റബ്ബേ എനിക്ക് അതിന് ആഫിയത്ത് തരണേ. ഈ നീയത്തോടുകൂടെ ഓരോ രാവിലെയും ഇറങ്ങുന്ന ബാപ്പ, ആ ബാപ്പാക്കത് കൂലിയാണ്. ഞാൻ ഔത്തിലെ കിച്ചണിലേക്ക് ഇറങ്ങാണ്, ഔത്തിലുള്ള പെഞ്ഞായി ഉമ്മ ഇറങ്ങുമ്പോ എന്റെ മാപ്പിള രാവിലെ ഇറങ്ങി, അയാൾ ഔത്തില് വേണ്ട കുറച്ചൊക്കെ മറ്റൊക്കെ വേണ്ട ക്യാഷ് ആക്കുക പോയതാണ്. ഞാനോ എന്റെ മക്കൾക്ക് വേണ്ട, എന്നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കഴിയുന്ന, ഞാൻ ഫുഡാക്കിയാൽ കഴിക്കാൻ അതിന് അള്ളാഹു താല വെച്ച എന്റെ മക്കൾ കാര്യങ്ങൾ കൂടെ ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ ആക്കുന്നത് കൂലിയാണ്. അതിനർത്ഥം കിച്ചണിലെ കാര്യത്തിലേക്ക് ഔത്തിലെ ആണുങ്ങൾ കടക്കരുത് എന്ന് ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് എല്ലാ കാര്യത്തിലും സഹായിക്കാറുണ്ടായിരുന്നു, മുന്നിലുണ്ടാകുമായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. പക്ഷേ സോഷ്യലി നോക്കുമ്പോൾ ആണ് പുറത്തു പോകുക, അവിടെ വീട്ടിലേക്ക് വേണ്ട വ്യവസ്ഥകൾക്ക് വേണ്ട സൊറാക്കുക. അതൊരു നാച്ചുറലി നോക്കുമ്പോൾ പോസിബിളും നല്ലതും അതാണ്.
അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ അതന്നെ ഒരു ക്ലാസ് ആക്കേണ്ടി വരും. പലപ്പോഴും ചർച്ച നടക്കുന്ന പല ആളുകളും ഇപ്പം ഇങ്ങനെ വാദിച്ചുകൊണ്ട് വരുന്ന ചില കാര്യങ്ങളാണ്. എന്താ ആണുങ്ങളും പെണ്ണുങ്ങളും വ്യത്യാസമൊന്നുമില്ലല്ലോ, ആണുങ്ങളും പെണ്ണുങ്ങളും സെയിം അല്ലേ, എല്ലാവർക്കും ഒരുപോലെ പണി സൊറൊക്കെ ആക്കാൻ പറ്റുമല്ലോ, മാറ്റമുണ്ട്, ചേഞ്ച് ഉണ്ട് എന്ന് നാച്ചുറലി, ഫിസിക്കലി, മെന്റലി ബോധ്യവുമുള്ള കാര്യമാണ്. അതിനനുസരിച്ചുള്ള ചില റുഖ്സകൾ അല്ലെങ്കിൽ ചില ഇളവുകൾ വിശുദ്ധ ഇസ്ലാം എല്ലാ അർത്ഥത്തിലും സ്ത്രീകൾക്ക് നൽകുന്നുണ്ട്. ഇതനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം കൃത്യമായി പഠിപ്പാട്ടുന്നു. വിശ്വാസിനികളാകുന്ന, ഇസ്ലാമിൽ വിശ്വസിക്കുന്ന മുഅ്മിനത്തുകളാകുന്ന ഉമ്മമാരോടാ പറയുന്നത്, നിങ്ങൾക്ക് സ്വർഗം അള്ളാഹു ഔത്തിലിരുന്നാൽ തന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് രീതിയിൽ? പള്ളിയിലേക്ക് ജുമാഅക്ക് അല്ലെങ്കിൽ നിസ്കാരത്തിന് പോകുക യാതൊരു നിലക്കും നിങ്ങളോട് കൽപ്പനയില്ല. ഔത്തിലാണ്. ഔത്തിൽ തന്നെ ഏറ്റവും ഉൾക നിങ്ങളുടെ സീക്രട്ട് ആയിട്ടുള്ള നിങ്ങളുടെ സ്വന്തം ഓൺ റൂമിലാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പാട്ടിയതാണ്, സ്ത്രീ ഔറത്താണ്, അനാവശ്യമായി യാതൊരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങരുത്. രായത്തൊരു അബ്ബ നടക്കുമ്പോഴേക്ക് എല്ലാ ആൾമാരും അവിടെ, രായത്ത് വേറെ എന്തെങ്കിലും പ്രോഗ്രാം ആകുമ്പോഴേക്ക് എല്ലാവരും അവിടെ. അങ്ങനെ ഇറങ്ങേണ്ട ആവശ്യമില്ല. അത്യാവശ്യങ്ങൾക്ക് വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അത് പിന്നെയും പരിഗണിക്കപ്പെടാം. ഇതൊന്നുമില്ലാതെ എല്ലാ മാളിലും, എല്ലാ ഷോപ്പിങ്ങിലും, എല്ലാ ബീച്ചിലും അത് മാറ്റേണ്ട, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നുകൂടെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും പറഞ്ഞു വന്ന വിഷയം സമ്പത്തിന്റെ കാര്യം നല്ലോണം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, എവിടെ നിന്ന് അത് ഉണ്ടാക്കിയത്? അത് ചോദിച്ചിട്ടേ വിടുള്ളൂ. അത് എങ്ങനെ ഇത് മാലിട്ടാൽ ആവൂലേ എന്നൊന്നും ഉറപ്പില്ലാത്ത ഊഹങ്ങളുടെ പുറത്തുള്ള കച്ചവടത്തിന് ഇടാൻ പറ്റൂല. ട്രേഡിംഗ് ആക്കുന്ന ആൾമാർ നല്ലോണം ശ്രദ്ധിക്കണം. MLM പേര് പറഞ്ഞുകൊണ്ട് എത്രയോ ലക്ഷങ്ങൾ ആൾമാരെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് മുങ്ങിയ ആൾമാരുണ്ട്. MLM, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, മണി ചെയിൻ ഒക്കെ നല്ലോണം ശ്രദ്ധിക്കണം. അതിൻ്റെയൊക്കെ ദീനിയായിരിക്കുന്ന വശങ്ങൾ നോക്കണം. അത് പറയുന്ന ഉസ്താമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ യാഥാർത്ഥ്യ വശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് പറയുന്നത് ഈ ഉസ്താമാർക്ക് അരി വാങ്ങാൻ കൈയിട്ടാൻ വേണ്ടിയിട്ടല്ല. ഇത് ഇസ്ലാം ഹക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, ഏതെല്ലാം രീതിയിലാണ് സമ്പത്തിനെ വിനിയോഗിക്കണം. അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാണ്ട് എന്തെല്ലാം വിളിച്ചു പറയാം. ചില പൊട്ടന്മാരുണ്ട് അങ്ങനെ ഓൺലൈനിൽ കയറി കുത്തിർന്നിട്ട് അല്ലെങ്കിൽ കമന്റ് ഒക്കെ ഇട്ടോണ്ട് ഇങ്ങനെ പറയുന്ന ആൾമാര്, ഉസ്താദുമാര്, അത് പഠിച്ച് അതിനെ ಬಗ್ಗೆ അറിവുള്ള ആൾമാര്, അവര് അതിന്റെ മസ്അല അഇമ്മത്ത് എങ്ങനെ പറഞ്ഞു അത് പറയുമ്പോഴേക്ക് എന്താ അത് പറയാൻ, നിങ്ങളാരെ ഏൽപ്പിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആക്കും. ആക്കിക്കോളി, കുഴപ്പമില്ല. ഇങ്ങനെ ആക്കിയാൽ അതുകൊണ്ട് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിയ ആ രീതിയിലേക്കാണ് നിങ്ങൾ മാറുന്നത്. ആ മാറ്റം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുക സ്വർഗമാണ്. ഇത് നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം പറയല്ല. സ്വാദിഖുൽ മസ്തൂഖ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിയതിനെ പറഞ്ഞു തരാം. വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് വിജയിക്കാം, ഇല്ലെങ്കിൽ പോകാം. അത്ര. ഈ രീതിയിൽ ഏതൊരു വിഷയങ്ങളെയും പരിഗണിക്കുമ്പോൾ നല്ലോണം ചിന്തിക്കണം. കുറ്റം പറയാനും അതല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം പറയുമ്പോഴേക്ക്, ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ ഈ രീതിയിൽ പരിഗണിക്കുന്ന ആളുകൾ ഉണ്ടാകും. ഇയാൾക്കിപ്പോ എന്തും പറയാലോ, ഇയാളിപ്പോ എങ്ങനെ ജീവിക്കുന്നു, ഇയാളിപ്പോ എങ്ങനെ എന്താ അത് ഇത് എന്നെല്ലാം പറഞ്ഞു നടക്കുന്ന ആൾമാർക്ക് പറഞ്ഞു നടക്കാം. അത് വേറെ വിഷയം. അതേസമയം ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിയതാണ്, അവിടുത്തെ പാഠങ്ങളാണ്. ആ പാഠങ്ങൾ ഉൾക്കൊണ്ട മഹാന്മാരാകുന്ന അഇമ്മത്ത് പറഞ്ഞു തന്ന വിഷയങ്ങളാണ്. ആ വിഷയങ്ങളെ മനസ്സിലാക്കിയാൽ, ആ വിഷയങ്ങളെ ജീവിതത്തിലേക്ക് പകർത്തിക്കഴിഞ്ഞാൽ അതിന്റെ ലാഭം എനിക്കുള്ള വിജയമാണ്. ആ വിജയം എന്നെ എത്തിക്കുക നാളെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുന്ന, സ്വഹാബത്ത് പോകുന്ന, മഹാന്മാരാകുന്ന നമ്മുടെ എല്ലാ മുൻഗാമികൾ പോകുന്ന ആ സ്വർഗത്തിലേക്ക് അവരുടെ കൂടെ പോകാൻ എനിക്കൊരു അവസരം കിട്ടുകയാണ്. ഇല്ലേ ഇങ്ങനെ വേണ്ടാത്ത ബെടക്കായ വർത്തമാനം പറഞ്ഞു നടന്നാൽ അതുകൊണ്ടുള്ള നഷ്ടവും എനിക്കു തന്നെയാ. ഈ ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം.
ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സമ്പത്തിന്റെ വിഷയം നല്ലോണം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് എവിടെ നിന്ന് സമ്പാദിക്കുന്നു? നന്മയിലായിരിക്കണം, നല്ല വഴിയായിരിക്കണം. എവിടെ ചിലവഴിക്കുന്നു? നല്ല കാര്യങ്ങൾക്കായിരിക്കണം. കുടുംബത്തിന്റെ വിഷയത്തിന് എത്രയും ചെലവാക്കാം, നല്ലതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ രാജ്യത്തിൽ പള്ളി, മദ്രസ, ദീനിയായിട്ടുള്ള സംരംഭങ്ങൾ ചെയ്യണം. അല്ലാഹ് അതിനാ സമ്പത്ത് കൊടുത്തത്. ലാ ഹസദ ഇല്ലാ ഫിൽ ഇത്നൈൻ ഹദീസിൽ കാണാം. രണ്ട് കാര്യത്തിലല്ലാതെ ഹസദ് വെക്കാൻ പറ്റൂല. അസൂയ എന്ന് പറഞ്ഞാല് നമ്മൾ പറയുന്ന ഒരു ഭാഷാപരമായിട്ടുള്ള പ്രയോഗമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റൊരാളുടെ നിഅമത്തിനെ എന്ത് ഒരു ആക്സെപ്റ്റ് ചെയ്യാത്ത മെന്റാലിറ്റി എന്ന രീതിയിലല്ല. അല്ലാഹു തആല അയാൾക്ക് അത്ര നിഅമത്ത് കൊടുത്തല്ലോ, എനിക്കും അതുപോലെ ഉണ്ടെങ്കിൽ ഈ ഒരു ആഗ്രഹം രണ്ട് വിഷയത്തിൽ പാടുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പാട്ടുന്നുണ്ട്. ഏതൊക്കെയാണ് രണ്ട് വിഷയം? ഒന്ന്, റജുലുൻ ആതാഹുല്ലാഹു ഇൽമ, അല്ലാഹു തആല ഒരാൾക്ക് ഇൽമ കൊടുത്തിട്ടുണ്ട്, നല്ല അറിവ്, ദീനിന്റെ വിഷയം, ബാക്കി കാര്യത്തിലേക്ക് നല്ല അറിവാണ്. ആ അറിവുള്ള ആള്, ആ അറിവുള്ള മനുഷ്യൻ അയാളുടെ ക്ലാസ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അയാളുടെ ഒരു പളക്ക കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം, മാഷാ അല്ലാഹ് എന്തൊരു ഉഷാറുണ്ട്, എന്തൊരു സന്തോഷമുണ്ട്, അല്ലാഹു അതുപോലെ എനിക്കും പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന ആഗ്രഹം വെക്കാം. പിന്നെയോ റജുലുൻ ആതാഹുല്ലാഹു മാല, അല്ലാഹു തആല മാല്, സമ്പത്ത് കൊടുത്ത ആള്, ആ സമ്പത്ത് കൊണ്ട് അയാൾ ചെയ്യുന്നത് എന്താ? നല്ല കാര്യങ്ങളാക്കാണ്. രാജ്യത്തെ പാവത്താൾമാരെ ഹെൽപ്പാക്കുന്നുണ്ട്, രാജ്യത്തെ യതീമക്കൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാക്കി കൊടുക്കുന്നുണ്ട്, അവിടെയുള്ള വിധവകൾക്ക് വേണ്ട വിഷയങ്ങളാക്കി കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ രാജ്യത്തെ നല്ല നല്ല വിഷയങ്ങൾക്കെല്ലാം അയാൾ മുന്നിലുണ്ട്. അവിടെ സമ്പത്ത് ചെലവഴിക്കാൻ യാതൊരു രീതിയിലും അയാൾ കഞ്ചൂസായി മാറുന്നില്ല. അങ്ങനെ നിൽക്കുന്ന ആൾമാര്, അവരെ കാണുമ്പോ റബ്ബേ അതുപോലെ മാൽ എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കാം. വിശുദ്ധ ഇസ്ലാം പഠിപ്പാട്ടുന്നതാണ്. ആ രീതിയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പാട്ടിയില്ലേ? അപ്പൊ ആ മാലിനെ നന്മയിലായിട്ട് നല്ല കാര്യങ്ങളിലായിട്ട് ചെലവഴിക്കണം. അങ്ങനെ ചെലവഴിച്ചവരാണ് മഹാന്മാരാകുന്ന മുൻഗാമികൾ. മഹാനരാകുന്ന ഔസുൽ ആദം തങ്ങൾക്ക് ഒരുപാട് സമ്പത്തുണ്ടായി, ദീനിനു വേണ്ടി ചെലവഴിച്ചവരാണ്. മഹാന്മാരാകുന്ന മുൻഗാമികളാകുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർക്ക് ഒരുപാട് സമ്പത്തുണ്ടായി, ദീനിനു വേണ്ടി ചെലവഴിച്ചവരാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ദീനിനു വേണ്ടി സമ്പത്ത് ചെലവഴിച്ചവരാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദീനിനു വേണ്ടി ചെലവഴിച്ചവരാ. അവരൊക്കെ ഇന്നും നമ്മൾ ഓർക്കുകയാണ്, അവരെ ബാക്കി ഇന്നും പറയാണ്, അവരെ കുറിച്ച് ഓർക്കും വല്ലാത്ത സന്തോഷാണ്. എന്തുകൊണ്ട്? അവരുടെ സമ്പത്തിനെ അവര് ചെലവഴിച്ചത് വിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടിയാ. അത് അല്ലാഹു തആല കൊടുക്കുന്നൊരു ഫള് കൂടെയാണ്. നമ്മുടെ രാജ്യത്ത് ഈ അടുത്ത് മരണപ്പെട്ടു പോയ എത്രയോ ആൾമാരുണ്ട്. കുറച്ചു നാളൊക്കെ ഓർക്കും, പിന്നെ ആരും ഓർക്കൂല. അതേ സമയം ഒരൊറ്റ ഉദാഹരണം പറയാം. ഒരുപാട് ആളുകളുണ്ട്. ഒറ്റ ഉദാഹരണം പറയാം. കേരളത്തിലെ മഞ്ചേരിയിലെ വളരെ പ്രധാനപ്പെട്ട വിശുദ്ധ ഇസ്ലാമിന്റെ മതാധ്യാപനം നടത്തുന്ന കലാലയം ജാമിഅ ഹിക്കമിയ. ആ സ്ഥാപനത്തിന്റെ മുന്നിൽ ഇന്ന് 2 ഖബറുകൾ കാണാം. ആ സ്ഥാപനത്തിന് വേണ്ട സ്ഥലവും സൗകര്യങ്ങളും കാര്യങ്ങളുമെല്ലാം ചെയ്തു കൊടുത്ത ആ നാട്ടിലെ പ്രധാനപ്പെട്ടൊരു അജ്ജ, ഓരോ പെഞ്ഞായിട്ടുള്ള അജ്ജ്, ഉമ്മ ഉപ്പ എന്നാണ് ആ സ്ഥാപനത്തിലെ മക്കള് അവരെ അഡ്രസ് ചെയ്യാറ്. നോക്കൂ നിങ്ങൾ, ഇന്നും എല്ലാ നാളിലും ആ ഉമ്മാക്കും ബാപ്പാക്കും ഫാത്തിഹ സൂറത്തും യാസീനും കിട്ടുകയാണ്. അവിടെ ഓതുന്ന സകല കിതാബുകളുടെയും വിശുദ്ധ ഇസ്ലാമിന്റെ പാഠങ്ങളുടെയും എല്ലാം മിഥ്ല സവാബ് അവരുടെ ഖബറിലേക്ക് കിട്ടുകയാണ്. ആ സ്ഥാപനത്തെ അല്ലാഹു തആല ഖിയാമത്ത് നാളത്തോളം നിലനിർത്തി തെരുമാറാവട്ടെ. അത്ര നാളത്തോളം അവർക്ക് ആ ഖബറിലേക്ക് കിട്ടുകയാണ്. സുബ്ഹാന റബ്ബി, എന്തുകൊണ്ട് ഈ ഫضل അവർക്ക് കിട്ടി? ദീനിന്റെ വിഷയത്തിന് ഹെൽപ്പാക്കിയതുകൊണ്ട്. അപ്പൊ അത് വെറുതെ ആവണ്ട എന്ന് ഓർമ്മപ്പെടുത്താണ്. പറഞ്ഞു വന്ന വിഷയം സമ്പത്തിന്റെ കാര്യം നല്ലോണം ശ്രദ്ധിക്കണം, പരിഗണിക്കണം എന്ന് ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തിയത്. സക്കാത്തിന്റെ കാര്യം നല്ലോണം പഠിക്കേണ്ട വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു മഹബ്ബ ടോക്ക് കഴിഞ്ഞതിൽ പിന്നെ
നമുക്ക് പോസിബിൾ ആണെങ്കിൽ അത്തരത്തിൽ ഉള്ള ഫിഖ്ഹി മസ്അലകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഓരോ ക്ലാസ്സുകൾ നമുക്ക് വാരത്തിലോ അല്ലെങ്കിൽ വാരത്തിൽ 2 വാരത്തിൽ ഒരിക്കലൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നുണ്ട്. ഏതായാലും വിഷയം സൂചിപ്പിച്ചു എന്ന് മാത്രം. പിന്നെ ഹജ്ജിന്റെ വിസയാണ്, അത് അതിനനുസരിച്ച് ആവതും തോക്കത്തും ഉള്ള ആൾമാർ ചെയ്യണം. ഈ പാഠങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത്, നിർബന്ധമായതിനെ അത് നിർബന്ധമായിട്ട് നമ്മൾ കൂട്ടിപ്പിടിക്കണം. അതോടൊപ്പം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തുകൾ, ആ സുന്നത്തുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? കൊണ്ടുവരാൻ ട്രൈയാക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ ക്ലാസ് നിപ്പാട്ടാണ്, ബാക്കി ഇതിന്റെ തുടർച്ച അടുത്ത ദിവസം പറയാം. ഹബീബായ തങ്ങളുടെ സുന്നത്തുകൾ, പള്ളിയിലേക്ക് പോകുമ്പോൾ തലയിൽ ഒരു തൊപ്പി വെക്കുക, നിസ്കരിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പാൻ്റൊക്കെ ഇട്ട് നിസ്കരിക്കുന്ന ആൾമാരുണ്ടെങ്കിൽ കാൽ ഞെരിയാണ്ട് കീഴെ പോകാണ്ട് നോക്കണം. പൊക്കിളിനേക്കാൾ താഴെ പാൻ്റ് വരാണ്ടിരിക്കണം. സുജൂദിലേക്ക് പോകുമ്പോൾ ഔറത്ത് കാണുന്ന കോലത്തിലാവരുത്. എങ്ങനെയോ നിസ്കരിക്കുക, ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ പെണ്ണുങ്ങളാണെങ്കിലും മുഖവും മുൻകൈയാണ്. ചില ആൾമാർ മുഖം കവർ ചെയ്തിട്ടുണ്ടെങ്കിലും മുടിയൊക്കെ ഇങ്ങനെ കാണും, തലയുടെ ഭാഗമൊക്കെ. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ശരിക്ക് എന്ത് ചെയ്യണം? ആ വിഷയം നമ്മുടെ നെനപ്പിലിക്കണം. അതുപോലെ ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും ചെറിയ ചെറിയ സിമ്പിളായിരിക്കുന്ന എത്രയോ സുന്നത്തുകളുണ്ട്. പള്ളിയിലേക്ക് കയറുമ്പോൾ ബലത്തെ കാല് വെക്കുക, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തെ കാല് വെക്കുക, അവിടെ പറയേണ്ടത് ചൊല്ലേണ്ടത് ഔത്തേക്ക് കയറുമ്പോൾ ഏത് ബലത്തെ കാല് വെക്കണം, ഔത്തത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടത്തെ കാല് വെക്കണം. ഈ രീതിയിൽ എത്രയോ സുന്നത്തുകൾ. ചെരുപ്പിടുമ്പോൾ ഫസ്റ്റ് ബെൽറ്റ് ചെരുപ്പിടുക, ഇങ്ങനെ ബെൽറ്റേതിനെ ഫസ്റ്റ് ചെയ്യുക, മുന്തിക്കുക, അത് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. അങ്ങനെയുള്ള സുന്നത്തുകൾ സിമ്പിളാണ്, അതിന് വലിയ കറച്ചൊന്നും വരുന്നില്ല. നമ്മൾ ശ്രദ്ധ കൊടുക്കണം, അറ്റൻഷൻ വേണം. ഒരു മുഅ്മിൻ എപ്പോഴും അവൻ ജാഗരൂകനായിരിക്കണം. അശ്രദ്ധ, യാതൊരു ശ്രദ്ധയില്ലാണ്ട് ഇങ്ങനെ കെയർലെസ് ആക്കി കളയാനുള്ള ലൈഫല്ല അല്ലാഹു തആല കൊടുത്തിട്ടുള്ളത് മുഅ്മിനിന്. മുഅ്മിൻ എപ്പോഴും അവന്റെ ലൈഫിനെ കുറിച്ച് ബോധേഡായിരിക്കണം. അതുകൊണ്ട് 5 വഖത്ത് നിസ്കാരം ഓരോ സമയത്തെയും ഓർമ്മപ്പെടുത്താണ്. ഇന്ന സമയമായിട്ടുണ്ട്, ഇന്ന സമയമായിട്ടുണ്ട്, ഇന്ന സമയമായിട്ടുണ്ട്. ആ സമയത്തിനനുസരിച്ച് അവൻ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ബോധമുള്ളവനായിരിക്കണം. സമയം ഇതായിട്ടുണ്ട്, ഇതിനനുസരിച്ച് ഇന്ന കാര്യങ്ങൾ ചെയ്യാനാണ്. ഒരു വെൽ പ്ലാൻഡ് ആയിരിക്കണം. അല്ലാണ്ട് എന്തെല്ലാം ആക്കണം, ലൈഫിനെ കുറിച്ച് യാതൊരു പ്ലാനും ഇല്ല. ഇന്നിപ്പോൾ എന്താക്കുക, എങ്ങോട്ട് പോകണം, എന്താക്കുന്ന ഒന്നും അറിയില്ല. ഇതല്ല മുഅ്മിനിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ. കാരണം ഏതു നിമിഷവും കഴിയാൻ സാധ്യതയുള്ള ഒന്നാണ് ജീവിതം. ആ സമയവും ദീനിന്റെ വിഷയത്തിലായി നല്ല കാര്യങ്ങളിലായി വ്യാപൃതരായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ, ഫർദിന്റെ കാര്യങ്ങളിൽ നല്ലോണം ശ്രദ്ധ വേണം, സുന്നത്തിന്റെ കാര്യങ്ങൾ പരമാവധി ജീവിതത്തിലേക്ക് ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നല്ല ആൾമാരായി ഖൈറിന്റെ അഹ്ലുകാരായി ജീവിക്കാനും ആ രീതിയിൽ ജീവിച്ച് സന്തോഷത്തോടുകൂടെ മരിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രോഗങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം അള്ളാഹു ഷഫിയാക്കി തരട്ടെ. ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു തആല എല്ലാവർക്കും എല്ലാവരുടെ മുറാദുകൾ, പ്രയാസങ്ങൾ, കാര്യങ്ങളെല്ലാം നീക്കി സന്തോഷം നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വലിയ ഖൈറും ബറക്കത്തും സലാമത്തും നൽകട്ടെ. റാഹത്തുള്ള സന്തോഷമുള്ള ജീവിതം കൊണ്ട് അള്ളാഹു തആല ഈ ദുനിയാവിലെയും നാളെ ആഖിറത്തിനെയും നമുക്ക് അനുഗ്രഹിച്ച് നൽകി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാം ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ തുറന്നു നൽകുമാറാവട്ടെ. നമ്മുടെ ക്ലാസ് കേൾക്കുന്ന ആൾമാർ അള്ളാഹുവെ നീ എല്ലാവർക്കും ഖൈർ നൽകണേ അല്ല, സന്തോഷം നൽകണേ അല്ല, പ്രയാസങ്ങൾ ദൂരത്താക്കണേ അല്ല, നീ ഷിഫ കൊടുക്കണേ അല്ല. എല്ലാ രീതിയിലും നിന്റെ ഖബൂൽ, നിന്റെ സ്വീകാര്യത ഞങ്ങൾക്ക് നൽകണേ അല്ല. മുത്തുനബിയുള്ള മഹബത്ത് ഞങ്ങളുടെ ഖൽബിൽ ജാസ്തിയാക്കി നൽകണേ അല്ല. നീ സ്വീകരിക്കണേ റഹ്മാനെ. റബ്ബന ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.